നമസ്കാരം, ഞാൻ ജെമി ജോൺ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ മധ്യാഹ്ന പുറം തൊഴിൽ നിരോധനം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ. ബഹ്റൈനിൽ ചൂട് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച മധ്യാഹ്ന പുറം ജോലി നിരോധനം ജൂലൈ 1 തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ബഹ്റൈൻ ന്യൂസ് ഏജൻസി അറിയിച്ചു. 2 മാസത്തേക്കായിരിക്കും നിരോധനം. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിലും തുറസായ സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നതിനുള്ള നിരോധനം ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ബാധകമാണെന്ന് തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദാൻ അറിയിച്ചു. അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾക്കനുസൃതമായി തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷത്തിനും വേണ്ടിയുള്ള ബഹ്റൈന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാക്കി സമയങ്ങളിൽ പുറം ജോലിയിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് ഉയർന്ന താപനില, സമഗ്രമായ ആരോഗ്യ സംരക്ഷണം, പ്രഥമ ശുശ്രൂഷ എന്നിവയെക്കുറിച്ച് അവബോധം നൽകാൻ സ്ഥാപനങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കണം. അഷൂറ ആചരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അഷൂറ ആചരണത്തോടനുബന്ധിച്ച് എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്ടോബർ 11, 12 തീയതികളിൽ അവധിയായിരിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ അറിയിച്ചു. അഷൂറ ആചരണത്തിനുള്ള ഒരുക്കങ്ങൾ ക്യാപിറ്റൽ ഗവർണർ ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഖലീഫ വിലയിരുത്തി. ഈ വർഷത്തെ അഷൂറ ആചരണം സമാധാനപരമായി നടക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തര മന്ത്രാലയം, വിവിധ സേവന മന്ത്രാലയങ്ങൾ എന്നിവയുടെ സഹകരണം ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തും. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെ പരിപാടികൾ വിജയിപ്പിക്കുമെന്ന് ശ്രമിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഒഡീഷ സ്റ്റേറ്റ് ടൂറിസവും വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് ഇന്ത്യൻ എംബസിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് ബഹ്റൈനിൽ താമസിക്കുന്ന ഒഡിയ കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ എംബസി കോൺസുലർ ഹാളിൽ ഒഡീഷ സ്റ്റേറ്റ് ടൂറിസം വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് ODOP വാൾസ് ഉദ്ഘാടനം ചെയ്തു. ഇത് ഒഡീഷ സംസ്ഥാനത്തിലെ ODOP സ്കീമിന് കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വിശിഷ്ടമായ ഉൽപ്പന്നങ്ങളും എടുത്തു കാണിക്കുന്നു. തദവസരത്തിൽ അംബാസിഡർ ഒഡിയ ഭാഷയിൽ സംസാരിക്കുകയും ODOP ഇനങ്ങൾ സംഭരിക്കുന്നതിന് എംബസിയെ സഹായിച്ചതിന് ഒഡിയ സമൂഹത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. ഇന്ത്യൻ എംബസിയുടെ ഫോക്കസ് സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി സംരംഭത്തിന് കീഴിൽ ഒരു പ്രത്യേക സംസ്ഥാനത്തിന്റെ ടൂറിസ്റ്റ് ODOP ഉൽപ്പന്നങ്ങൾ ഏകദേശം 1 മാസത്തിനിടെ ബഹ്റൈനിൽ പ്രൊമോട്ട് ചെയ്യുന്നു. രാജസ്ഥാൻ, കാശ്മീർ, ഉത്തർപ്രദേശ്, കർണാടക എന്നിവയ്ക്ക് ശേഷം കോൺസുലർ ഹാളിലെ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിയ 5ാമത്തെ സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയുടെ നിരവധി ODOP ഉൽപ്പന്നങ്ങൾ എംബസിയിൽ പ്രദർശിപ്പിച്ചു. ODOP ഇനങ്ങൾ 1 മാസത്തേക്ക് പ്രദർശിപ്പിക്കും. എല്ലാ മേഖലകളിലും സമഗ്രമായ സാമൂഹിക സാമ്പത്തിക വളർച്ച പ്രാപ്തമാക്കുന്നതിന് രാജ്യത്തെ ഓരോ ജില്ലയിൽ നിന്നും കുറഞ്ഞത് ഒരു ഉൽപ്പന്നമെങ്കിലും തിരഞ്ഞെടുക്കാനും ബ്രാൻഡ് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും ODOP സംരംഭം ലക്ഷ്യമിടുന്നു. ജൂലൈ 1 മുതൽ മസ്കറ്റ് ചെന്നൈ സർവീസുമായി സലാം എയർ. ഒമാനിലെ ബജറ്റ് എയർലൈനായ സലാം എയർ ജൂലൈ 11 മുതൽ മസ്കറ്റിൽ നിന്ന് ചെന്നൈയിലേക്ക് വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. എയർലൈൻ മസ്കറ്റിൽ നിന്ന് വ്യാഴം, ശനി ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 വിമാന സർവീസുകൾ നടത്തും. ചെന്നൈയിൽ നിന്നുള്ള മടക്ക വിമാനങ്ങൾ വെള്ളി, ഞായർ ദിവസങ്ങളിൽ സർവീസ് നടത്തും. അതിനിടെ സലാം എയർ ഡൽഹിയിലേക്കും വിമാന സർവീസുകൾ ആരംഭിക്കുന്നുണ്ട്. 2024 ജൂലൈ 2 മുതൽ ആരംഭിക്കുന്ന സർവീസ് ആഴ്ചയിൽ 2 തവണ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ ഡൽഹിയിലേക്ക് സർവീസ് നടത്തും. സലാം എയർ ഈയിടെ ഒമാൻ എയറുമായി എയർലൈൻ കോഡ് ഷെയർ പങ്കാളിത്തത്തിൽ ഒപ്പുവെച്ചിരുന്നു. ഇതുപ്രകാരം ഇരു എയർലൈനുകളും സംയുക്തമായി 56 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് 1750 യാത്രക്കാരെ പ്രതിദിനം എത്തിക്കാനാണ് പദ്ധതി. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് പോകാം. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart,
full of goodness. വാർത്തകൾ തുടരുന്നു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് തീരുമാനം ഇന്ത്യ സഖ്യ യോഗത്തിൽ. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തു. പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി പ്രോട്ടേം സ്പീക്കർക്ക് കത്ത് നൽകി. ഇന്ത്യ മുന്നണി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തതെന്ന് കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ലോക്സഭയിൽ റായ്ബറേലി എംപിയായി രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചപ്പോൾ ജോഡോ ജോഡോ ഭാരത് ജോഡോ എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് പ്രതിപക്ഷം രാഹുലിനെ സ്വാഗതം ചെയ്തത്. ഭരണപക്ഷത്തെ നോക്കിയും ഭരണഘടന ഉയർത്തിക്കാട്ടിയുമാണ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രതിപക്ഷത്തിന്റെ ശബ്ദം ജനങ്ങളുടെ ശബ്ദം കൂടിയാണ്. അത് സഭയിൽ മുഴങ്ങാൻ അനുവദിക്കണം. സ്പീക്കർ ഓം ബിർളയെ അഭിനന്ദിച്ച് രാഹുൽ ഗാന്ധി. 18ാം ലോക്സഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ അഭിനന്ദിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്നും പ്രതിപക്ഷത്തിന്റെ ശബ്ദം സഭയിൽ ഉയരാൻ അനുവദിക്കണമെന്നും രാഹുൽ ഗാന്ധി ഓം ബിർളയോട് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ ശബ്ദം തകർക്കപ്പെടില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇന്ത്യ മുന്നണിയിലെ അംഗവും സമാജ്വാദി പാർട്ടി അധ്യക്ഷനുമായ അഖിലേഷ് യാദവും പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ പരാതി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നരേന്ദ്രമോദി നടത്തിയ വിവാദ പരാമർശത്തിനെതിരെയാണ് പരാതി. സിയാവൂർ റഹ്മാൻ എന്ന ആളാണ് പരാതി നൽകിയത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിന് എതിരെയാണ് പരാതി. ജനപ്രതിനിധികൾക്കെതിരായ പരാതികൾ പരിഗണിക്കുന്ന കോടതി വാദം കേട്ടു. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി നടത്തിയതെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും സിയാവൂർ റഹ്മാൻ ആവശ്യപ്പെട്ടു. അതേസമയം പരാതിയുമായി മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ കോടതി ഇന്ന് തീരുമാനമെടുത്തിട്ടില്ല. കോൺഗ്രസ് ആദ്യ പരിഗണന നൽകുന്നത് മുസ്ലിങ്ങൾക്കാണെന്ന് മോദി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞത്. കൂടുതൽ കുട്ടികൾ ഉള്ളവരും നുഴഞ്ഞു കയറിയവർക്കും കോൺഗ്രസ് രാജ്യത്തിന്റെ സ്വത്ത് നൽകും. അവരുടെ പ്രകടന പത്രികയിൽ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ സ്വത്ത് കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കണോ എന്ന് മോദി ചോദിക്കുകയുണ്ടായി. എന്നാൽ തന്റെ പരാമർശം മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ലെന്ന് പിന്നീട് മോദി വിശദീകരിച്ചു. ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം കളിക്കുന്നയാളല്ല താനെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ആലത്തൂരിൽ അഭിഭാഷകനോട് പോലീസ് മോശമായി പെരുമാറിയ സംഭവത്തിലെ കോടതിയലക്ഷ്യ ഹർജിയിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള ഹൈക്കോടതി. പോലീസ് സ്റ്റേഷൻ ഭയം ഉളവാക്കുന്ന സ്ഥലമാകരുതെന്നും ഏതൊരു സർക്കാർ ഓഫീസും പോലെ ആകണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതിയിൽ ഓൺലൈനായി ഹാജരായ DGP ഷെയ്ഖ് ദർവേസ് സാഹിബിനാണ് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയത്. ആവർത്തിച്ച് സർക്കുലർ ഇറക്കിയിട്ടും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ട് വീഴ്ചകൾ ഉണ്ടാകുന്നു എന്ന് DGPയോട് കോടതി ചോദിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ DGPക്ക് സാധിക്കണം. പുതിയ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകണം. പോലീസ് സ്റ്റേഷൻ ഭയമുളവാക്കുന്ന സ്ഥലമാക്കരുത്. മറ്റേതൊരു സർക്കാർ ഓഫീസും പോലെ ആകണം. കൊളോണിയൽ കാലഘട്ടത്തിലെ പെരുമാറ്റ രീതി പോലീസ് മാറ്റണം. പരിഷ്കൃത കാലഘട്ടത്തിലാണ് പോലീസ് സേനയുള്ളത്. അക്കാര്യം ഓർമ്മിക്കണം. എത്ര പ്രകോപനം ഉണ്ടായാലും മാന്യമായി പെരുമാറാൻ
നേടാൻ പോലീസിന് സാധിക്കണം. പോലീസ് സേനയുടെ പ്രവർത്തനം സുതാര്യമാകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചയിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് DGP ഹൈക്കോടതിയിൽ വിശദീകരിച്ചു. ബഹുഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും നല്ല പെരുമാറ്റം കാഴ്ചവെക്കുന്നവരാണെന്നും മോശമായി പെരുമാറുന്നവർക്കെതിരായി കടുത്ത നടപടി സ്വീകരിക്കാമെന്നും സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കി. പിന്നാലെ ആലത്തൂർ കേസിൽ SI റെനീഷിനെതിരെ കൂടുതൽ തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണമെന്ന് ഹർജിക്കാരനോട് ആവശ്യപ്പെട്ട ഹൈക്കോടതി ബൃഹത്തായ രീതിയിലാണ് വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നും അറിയിച്ചു. ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നില്ല. അനധികൃത അവധിയിലുള്ളവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പിന്റെ അന്ത്യശാസനം പാലിക്കാതെ ആരോഗ്യ പ്രവർത്തകർ. അനധികൃത അവധിയിലുള്ളവർ ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന നിർദ്ദേശം ഭൂരിഭാഗം പേരും പാലിച്ചില്ല. അവധിയിലുള്ള 700 പേരിൽ 24 പേർ മാത്രമാണ് തിരികെ എത്തിയത്. ബാക്കിയുള്ളവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനധികൃതമായി അവധിയിലുള്ള ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ട് മാസം 1 കഴിഞ്ഞു. അനധികൃതമായി മാറി നിൽക്കുന്ന 700 പേരിൽ തിരിച്ചെത്തിയത് 24 പേർ മാത്രം. അനധികൃതമായി അവധിയിലുള്ളവരിൽ ഭൂരിഭാഗവും ഡോക്ടർമാരാണ്. ജൂൺ 6-നകം തിരികെ പ്രവേശിക്കണം എന്നായിരുന്നു ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ്. ഇത് പാലിക്കാത്ത ആരോഗ്യ പ്രവർത്തകരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ആരോഗ്യവകുപ്പ്. മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി 2-അംഗ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ 2-അംഗ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാർ നിയോഗിച്ചത് കമ്മീഷനെ അല്ലെന്നും അങ്ങനെ വ്യാഖ്യാനിക്കരുതെന്നും മന്ത്രി ശിവൻകുട്ടി നിയമസഭയിൽ അറിയിച്ചു. നിയമസഭയിലെ ചോദ്യോത്തര വേളയിലാണ് മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി നിയമസഭയിലെത്തിയത്. പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ അല്ല സമിതിയെ ആണ് സർക്കാർ നിയോഗിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി മറുപടി നൽകി. 2-അംഗ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ തുടർ നടപടി എടുക്കും. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണും. ഇതിനായി കൂട്ടായ ചർച്ച നടത്തും. വിലക്കയറ്റം രൂക്ഷമായിട്ടും സർക്കാർ ഇടപെടുന്നില്ല. പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ വിലക്കയറ്റം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം 50-ാം വാർഷികത്തിൽ സർക്കാർ സപ്ലൈകോയുടെ അന്തകനായി മാറിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വിലക്കുറവാണെന്ന് പറഞ്ഞ ഭക്ഷ്യമന്ത്രി സാമ്പത്തിക പ്രതിസന്ധി വിപണി ഇടപെടലിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തുറന്നു സമ്മതിച്ചു. വിലക്കയറ്റം രൂക്ഷമായിട്ടും വിപണി ഇടപെടലിന് സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോട്ടയത്തെ ആകാശപാത നോക്കുകുത്തിയായെന്ന് തിരുവഞ്ചൂർ. പൊളിച്ചു മാറ്റേണ്ടി വരുമെന്ന് ഗണേഷ് കുമാർ. ആകാശപാത നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് നിയമസഭയിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശ്രദ്ധ ക്ഷണിക്കൽ. ജനങ്ങളുടെ മുന്നിൽ നോക്കുകുത്തിയായി ആകാശപാത നിൽക്കുകയാണ്. ദയവായി മുഖ്യമന്ത്രി ഇടപെടണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു. എന്നാൽ കോട്ടയം ആകാശപാതയിൽ സർക്കാർ പണം ദുർവ്യയം ചെയ്തെന്ന് മന്ത്രി ഗണേഷ് കുമാർ മറുപടി നൽകി. മുഖ്യമന്ത്രി വേണമെങ്കിൽ പരിശോധിക്കട്ടെ എന്നും പരിശോധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെയ്യാൻ പാടില്ലാത്ത വർക്ക് ചെയ്യാൻ പാടില്ലാത്ത വകുപ്പിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കോട്ടയം നഗരത്തിലെ വികസനത്തിന് വേണ്ടി ആകാശപാത പൊളിച്ചു കളയേണ്ടി വരുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കി. അതിതീവ്ര മഴ തുടരും. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 5ഇടത്ത് യെല്ലോ അലർട്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 5ഇടത്ത് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തണം. തീരപ്രദേശങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.